എന്തായാലും കുടിപ്പിച്ചിട്ടേ അടങ്ങുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. കുടിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇതങ്ങനെ ഇടക്ക് കിട്ടണമെങ്കിൽ വയലറിന മൂല്യരാവണം. പൂതിയച്ചോളി മൂല്യന്മാരെ മുത്തല്ലിമീങ്ങൾ പൂതിയച്ചാൽ നേടാത്തൊന്നുമില്ല എന്നല്ല പറഞ്ഞത്. അതുകൊണ്ട് മുത്തല്ലിമീങ്ങളൊക്കെ പൂതിയച്ചോളി പൂതിയച്ചെന്തും നേടും. ഞാൻ പൂതിയച്ചിട്ട് കിട്ടിയ തന്നെയാണ്. ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ ഉപ്പാൻ്റെ വയത് ഇങ്ങനെ കേൾക്കുമായിരുന്നു. അങ്ങനെ പൂതിയച്ചു, അങ്ങനെ കിട്ടി. അള്ളാഹു അവർക്കൊക്കെ ഖബർ സ്വർഗ്ഗമാക്കി കൊടുക്കട്ടെ. അതുകൊണ്ട് ആഗ്രഹിച്ചാൽ കിട്ടാത്തൊന്നുമില്ല, നന്നായി ആഗ്രഹിക്കുക. സിദ്ദീഖ് ഇനി പെരയിൽ ഭാര്യക്കും മക്കൾക്കും എന്താ ഉള്ളതെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു ഇതിനേക്കാൾ ഹൈറായതുണ്ട് പറഞ്ഞു. ഇതിനേക്കാൾ ഹൈറായത് എന്താ ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലാണ് ഇതിനേക്കാൾ ഹൈറായിട്ട് പെരയിലുള്ളത് പറഞ്ഞു. ഇതിങ്ങനെ കേട്ടിട്ട് ഉസ്മാൻ റളിയല്ലാഹുവിനെ അടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. മൂപ്പര് പറഞ്ഞു ഈ ദുന്യാവിൽ ആരെ തോൽപ്പിച്ചാലും സിദ്ദീഖിനെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. കാരണം ഉസ്മാൻ റളിയല്ലാഹുവിന് 7000 ദിർഹംസ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും പെരയിലുള്ളതിൻ്റെ പകുതിയാണ്. സിദ്ദീഖ് റളിയല്ലാഹുവിന് ചില്ലറ പൈസന് കൊടുക്കുന്നതെന്നുള്ളത് ശരിയാണ്, പക്ഷേ വീട്ടിലുള്ളത് മുഴുവനുമാകുന്നു എന്നതാണ് പ്രത്യേകത. ഈ ഉമ്മത്തിലെ ഏറ്റവും ഈമാനുള്ള മനുഷ്യൻ. അപ്പോൾ വെള്ളിയാഴ്ച സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ പേര് ഇങ്ങനെയാണ് കേൾക്കുമ്പോൾ മൂപ്പരെ താരീഖ് കൽബിക്ക് വരണം. ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ പേര് കേൾക്കുമ്പോൾ കൽബിലേക്ക് വരണം. ഒരു ദിവസം മഹാനായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഒരു ഈത്തപ്പനത്തോട്ടത്തിലെത്തി. എവിടെ നിന്നോ കച്ചവടം കഴിഞ്ഞ് മടങ്ങി വരുന്ന ഒരു സംഘം ആളുകൾ ആ ഈത്തപ്പനത്തോട്ടത്തിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് മഹാനായ ഉമർ ബിനുൽ ഖത്താബ് ചോദിച്ചു, സഹോദരങ്ങളെ നിങ്ങൾക്ക് വല്ല ആവശ്യവുമുണ്ടോ? അവർ പറഞ്ഞു ഞങ്ങൾ വെള്ളമില്ലാതെ വലിയ വിഷമത്തിലാണ്, അല്പം വെള്ളം കിട്ടാൻ എന്തേലും വയ്യുണ്ടോ? മൂപ്പര് പറഞ്ഞു ഇവിടെ വെള്ളം പ്രയാസം തന്നെയാണ്, ഞാനൊന്ന് നോക്കട്ടെ, നിങ്ങളടുത്ത് തോൽപാത്രമുണ്ടോ എന്ന് ചോദിച്ചു. തോൽപാത്രം ഉണ്ടോ ചോദിച്ചു. തോൽപാത്രം എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് വെള്ളം കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു പാത്രമാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അജ്മീർ പോയാൽ കാണും, അവിടെ ഉണ്ട് ആൾക്കാരിങ്ങനെ ഹൗദക്ക് വെള്ളം കൊടുന്ന് പോരും തോൽപാത്രത്തിൽ. ഒരാടിനറുത്തിട്ട് അതിൻ്റെ തോല് മൊത്തത്തിൽ ഇങ്ങനെ കീച്ചുക, ഊറക്കിട്ട് ശുദ്ധിയാക്കുക, എന്നിട്ട് ഓട്ടമുള്ളടത്തൊക്കെ തുന്നി അടക്കുക, എന്നിട്ടൊരു കാല് മാത്രം ഇങ്ങനെ ബാക്കി നിർത്തുക, വെള്ളം ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നിറക്കുക. നിറയണതിനനുസരിച്ച് പാത്രം ഇങ്ങനെ വലുതാവും. എന്നിട്ട് പിന്നെ വെള്ളം വേണമെന്ന് തോന്നുമ്പോൾ ഒരു കാല് കെട്ടിയിട്ടുണ്ടാവും, മടക്കി വെച്ചാണ്ട് കെട്ടിയിട്ടുണ്ടാവും. അത് കെട്ടയച്ച് വിട്ടാൽ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം ഇങ്ങനെ വരും. ഇതാണ് തോൽപാത്രം. എങ്ങനെ ഇത് പറഞ്ഞുതരാൻ കഴിയുള്ളൂ. ഇനി ഇതിലേറെ ഉഷാറായിട്ട് നിങ്ങൾക്ക് വേറെ ആരെങ്കിലും പറഞ്ഞു തരുമെങ്കിൽ ഓലിരുന്ന് കേട്ടോളി. ഇതാണ് തോൽപാത്രം എന്ന് പറഞ്ഞ സാധനം. തോൽപാത്രം ഉണ്ടോ എന്ന് ചോദിച്ചു. തോൽപാത്രം ഉണ്ടോ ചോദിച്ചു. ഉണ്ട് പറഞ്ഞു, തെരിയറിഞ്ഞു, കൊടുത്തു. മൂപ്പരിങ്ങനെ പോയി, കുറേ ദൂരം പോയി, നേരെ ഒരുപാട് കഴിഞ്ഞു. വെള്ളവും ഇല്ല, തോൽപാത്രവും ഇല്ല, ആളും ഇല്ല. കച്ചവടക്കാർക്ക് മനസ്സിലായി നമ്മളുള്ള തോൽപാത്രം പോയി. കഫ്റ്റീരിയ തുടങ്ങാൻ വേണ്ടി പൈസ കൊടുത്ത മാതിരിയായി. ഗൾഫിലേ അങ്ങനെയല്ല, ഗൾഫിൽ കഫ്റ്റീരിയ കൊടുക്കാൻ പൈസ കൊടുത്താൽ പിന്നെ ഇങ്ങോട്ട് മടക്കില്ല, കൊടുക്കലേ ഉള്ളൂ, തിരിച്ചില്ല എന്ന മാതിരിയായി. മടങ്ങിയില്ല, വരുന്നില്ല. അപ്പോൾ വിചാരിച്ചു സംഗതി വരില്ല, ആള് പോയി, നമ്മളുള്ള തോൽപാത്രം നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചു. പക്ഷേ കുറേ സമയം കഴിഞ്ഞു. കുറേ സമയം കഴിഞ്ഞപ്പോൾ ദൂരെ നിന്ന് ആള് വരുന്നത് കണ്ടു. വന്നിട്ട് വെള്ളപാത്രം ഇറക്കി വെച്ചു കൊടുത്തപ്പോൾ കച്ചവടക്കാർ പറഞ്ഞു ഞങ്ങളെ ഇവിടെ വന്ന് പാർക്കാൻ ഒരു കാരണമുണ്ട് പറഞ്ഞു. എന്ത് ചോദിച്ചു. ഇത് അമീറുൽ മുഅ്മിനീൻ എന്ന പേരിൽ പ്രസിദ്ധനായ ഉമർ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ ഭരണമുള്ള നാടാണ് എന്നറിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്ന് പാർത്തത്. ഇവിടെ ഭക്ഷണത്തിനും വെള്ളത്തിനും വിഷമുണ്ടാവില്ല, കൊള്ളക്കാരെ ഭയപ്പെടേണ്ടതില്ല എന്നാണ് ഞങ്ങൾ അറിവ്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വന്ന് താമസിച്ചതാണ്. പക്ഷേ ഞങ്ങളിവിടെ വെള്ളമില്ലാതെ കണ്ട് ഇടങ്ങാറായിട്ട് മരിക്കാനായി. ഇങ്ങൾ വന്നങ്ങാണ്ട് തുള്ളി വെള്ളം കൊടുന്നു തന്നിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരിക്കുമായിരുന്നില്ല പറഞ്ഞു. ഈ വന്നത് ഉമർ ഖത്താബാന്ന് ഓൽക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾ വന്നിട്ട് തുള്ളി വെള്ളം കൊടുന്നതുകൊണ്ട് ഞങ്ങളിപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്, ഞങ്ങൾ നാളെ നേരം വെളുത്ത് കുറച്ച് കഴിഞ്ഞിട്ടേ പോകുള്ളൂ പറഞ്ഞു. അതെന്ത് ചോദിച്ചു. ഉമർ ഖത്താബിനൊന്ന് കണ്ടുകാണ്ട് ഈ വിവരം പറയണം, എന്നിട്ടേ പോവുള്ളൂ പറഞ്ഞു. ആയിക്കോട്ടെ നിങ്ങൾ എന്നിട്ട് പോയാൽ മതി പറഞ്ഞു. മൂപ്പര് രാവിലെ പള്ളിക്കൊക്കെ പോയപ്പോൾ വിരുന്ന് പോകുമ്പോൾ ഇടുന്ന ഒരു കോട്ടുണ്ട്, വലിയൊരു രോമത്തിൻ്റെ കുപ്പായ എടുത്തുങ്ങാണ്ട് മേത്ത് കൂടി ഇട്ടു. എന്നിട്ട് പള്ളിയൊക്കെ പോയി സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ആ ചെരുവിൽ ഇങ്ങനെ ഇരുന്നു കുപ്പായ ഇട്ടുങ്ങാണ്ട്. അതിൽ കച്ചവടക്കാർ വന്നിട്ട് 4 ഡയലോഗാണ്. വല്ല അമീറുൽ മുഅ്മിനീനാണ്, ഉമർ ഖത്താബാണ്.
ഇവിടെ നാട്ടിലെ എല്ലാവർക്കും വലിയ സുഖാന്നാ കേട്ടത്. ഞങ്ങളാ ഈത്തപ്പന തോട്ടത്തിൽ വന്ന് കുടുങ്ങിയിട്ടേ തുള്ളി വെള്ളം കൊടുന്നേരാൻ ഒരാളില്ല. അവസാനം ഒരു ചെറുപ്പക്കാരൻ ചങ്ങായി വന്നുകാണ്ട് ശേഷം വെള്ളം കൊടുന്നതുകൊണ്ട് ജീവൻ നിലനിൽക്കുന്നുണ്ട്. വലിയ ആളാന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരുന്നാൽ മതിയെന്ന് 4 ഡയലോഗ്. മലയാളത്തിലാക്കുമ്പോൾ അങ്ങനെയാണ്, അറബിയിലാകുമ്പോൾ അങ്ങനെയല്ല ഉണ്ടാവുക. നിങ്ങൾക്ക് അറിയാലോ, മലയാളത്തിലാകുമ്പോൾ അതിൻ്റെ ഒരു കോലത്തിലാക്കണ്ടേ, അങ്ങനെ ആക്കിയതാണ്. ഇങ്ങനെ 4 വർത്താനാണ് പറഞ്ഞു. ഏറ്റവും ചുരുങ്ങിയത് ചുരുക്കി കൂട്ടാം, ഇന്നലെ രാത്രിയാ വന്നത് ഞാൻ തന്നെയായിരുന്നു. നിങ്ങൾ ആരോടും വിവരമൊന്നും പറയരുത്, എനിക്ക് വേണ്ടി ദ്വാരന്നാ മതി എന്നെങ്കിലും പറയില്ലേ, അതും പറഞ്ഞില്ല എന്നതാണ് ഉമർ ഇബ്നുൽ ഖത്താബിൻ്റെ പ്രത്യേകത. ഓലൊപ്പം നിന്നുകാണ്ട് ഫോട്ടോ എടുത്തുകാണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റർ അവിടെ നിൽക്കട്ടെ, അത് പിന്നെ അടുത്ത പരിപാടി, അത് ഒഴിവായിക്കളി, അതില്ല എന്ന് വെക്കുക. ചുരുക്കി കൂട്ടിയാൽ ഇന്നലെ രാത്രി ആ വന്നത് നമ്മൾ തന്നെയായിരുന്നു. നിങ്ങൾ ആരോടും കാര്യമായിട്ട് വിവരമൊന്നും പറയാൻ നിൽക്കണ്ട, ഒന്ന് ദോരക്കൊണ്ടു എന്നെങ്കിലും പറയണ്ടേ, അതും പറഞ്ഞില്ല എന്നതാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രത്യേകത. അടുത്ത വെള്ളിയാഴ്ചയെങ്കിലും ഖത്തീബ് മൂപ്പരെ പേര് പറയുമ്പോൾ ഈ ചരിത്രം കൽബിലേക്ക് വരണം. മൂന്നാമത്തെ മുത്തഖിയായ മനുഷ്യൻ്റെ പേര് പറയുന്നുണ്ട് വെള്ളിയാഴ്ച, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഖുർആനെ ഒരുമിച്ച് കൂട്ടിയ ആള്, സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവ് എന്ന് ചരിത്രം വിശേഷിപ്പിച്ച ആളാണ് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എന്ന മഹാൻ. സമാധാനത്തിന് വേണ്ടി ഏതറ്റം വരെ പോകാനും തയ്യാറായി. മാനവറുകളുടെ ഭരണകാലത്ത് പട്ടാളക്കാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. ഒരു ഗവർണറുടെ കാര്യത്തിലാണ് തുടങ്ങിയത്, അത് പിന്നെ പട്ടാളക്കാരിലേക്ക് അഭിപ്രായ വ്യത്യാസം വ്യാപിച്ചു. അങ്ങനെ ഗവർണറെ വിചാരണ നടത്താതെ പുറത്താക്കണം എന്ന് അവർ വാദിച്ചു. വിചാരണ നടത്താതെ പുറത്താക്കാൻ തയ്യാറല്ല എന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അങ്ങനെ രംഗം വഷളായി. അവസാനം ശത്രുക്കൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ പ്ലാൻ ചെയ്തു. ശത്രുക്കൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നും വേറെ ആരെങ്കിലും ഇക്കാരെന്ന്, മാപ്പിളാരനെയാണ്. ശത്രുക്കൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നുന്ന ആരെങ്കിലും ഇക്കാരെന്ന്, മാപ്പിളാരനെയാണ്. ഓല് വന്നുകൊണ്ട് പറഞ്ഞു, ഞങ്ങളെ നാട്ടിലെ ഗവർണർ ശരിയല്ല, അയാളെ മാറ്റണം എന്ന് പറഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കുറ്റാരോപിതനായ ആളെ വിചാരണ നടത്താതെ തീരുമാനം കഴിയില്ല പറഞ്ഞു. വന്നോര് പറഞ്ഞു, വിചാരണക്കൊന്നും ഒഴിവില്ല, ഇപ്പന്നത്തിന് തീരുമാനമാണെന്ന് പറഞ്ഞു. അങ്ങനെ തീരുമാനിക്കാൻ പറ്റൂല, വിചാരണ കഴിഞ്ഞേ തീരുമാനം പറ്റുള്ളൂ പറഞ്ഞു. ഇപ്പം തീരുമാനം ഇല്ലെങ്കിൽ കമ്മിറ്റി വേണ്ട, പിരിച്ചുവിട്ടാളി പറഞ്ഞു. ഒരു വന്നോര് തയ്യാറായില്ല. അങ്ങനെ പ്രശ്നം ഉണ്ടായത്. അവസാനം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ലെറ്റർ പേഡ് കട്ടെടുത്തിട്ട് അതേമാതിരി അടിച്ചു. വേറെ ലെറ്റർ പേഡ് മൂപ്പരെ പേരൊക്കെ വെച്ചിട്ട് ലെറ്റർ പേഡ് ഉണ്ടാക്കി, കത്തുണ്ടാക്കി. പട്ടാളക്കാർക്ക് കത്തെഴുതി. 1999 ആഗസ്റ്റ് മാസം 24-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് എല്ലാ പട്ടാളക്കാരും മദീനയിൽ എത്തിച്ചേരേണ്ടതാകുന്നു. ഡേറ്റും സമയമൊക്കെ സാങ്കല്പികമാണ്. ഇങ്ങനെയാണ് കത്ത്. ഒരു ഡേറ്റ് ഒരു സമയമൊക്കെ വെച്ചിട്ട് ഇന്ന സമയത്ത് എല്ലാവരും പട്ടാളക്കാരും മൊത്തം മദീനയിൽ എത്തണം എന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു എഴുതും പോലെ കത്ത് എഴുതിയിട്ട് അടിയിൽ മൂപ്പരെ പേരെഴുതി ഒപ്പിട്ടുകാണ്ട് സീലും വെച്ചുകൊണ്ട് അയച്ചു. പട്ടാളക്കാർ ശരി തന്നെയെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കൂടി മദീനത്തേക്ക് വന്നു. എല്ലാവരും മദീനയിൽ വന്ന് തമ്പടിച്ചതിന് ശേഷം ചെറിയൊരു പ്രശ്നം എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മൊത്തം അടിച്ചാണ് തീർന്നോളും. അതാണ് പദ്ധതി ഇട്ടത്. ആ സമയത്ത് അലി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, യുദ്ധത്തിന് സമ്മതം തരുമോ എന്ന് ചോദിച്ചു. തരൂലാർന്നു. അതുകൊണ്ടാണ് സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവ് എന്ന് മഹാനവറുകൾ വിശേഷിപ്പിക്കപ്പെടാനുണ്ടായ കാരണം. തരൂല, സമ്മതം തരൂലാർന്നു. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഈ പേരൻ്റെ ബാക്കിൽ കൂടെ ചെറിയൊരു വഴി ഉണ്ടാക്കി തരാം, നിങ്ങൾ അതിൽ കൂടെ പുറത്ത് കടന്നിട്ട് മക്കയിൽ പോയി ജീവിക്കുമോ എന്ന് ചോദിച്ചു. പോകൂലാർന്നു. വേണ്ട, നിങ്ങൾ അതിൽ കൂടെ പുറത്ത് പോയിട്ട് കൂഫയിൽ പോയി അവിടെ ഇരുന്ന് ഭരിക്കുമോ എന്ന് ചോദിച്ചു. പോകൂലാർന്നു. അള്ളാഹുവിൻ്റെ റസൂൽ അന്തി ഉറങ്ങുന്ന മദീന വിട്ട് ഞാൻ എവിടേക്കും പോകൂല എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ നിന്നു. ശത്രുക്കൾ മതിൽ എടുത്തു ചാടി. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിന് വെട്ടി. അങ്ങനെ മുസാബ് താഴെ ഇട്ടു. മുസാബ് താഴെ വീണു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കഴുത്തിന് വെട്ടി. രക്തം ഒഴുകി. മഹാനവറുകൾ കിടന്നു. നോമ്പുകാരനായിരുന്നു. മഗ്രിബ് നിസ്കാരത്തിൻ്റെ സമയമായി. മഗ്രിബ് വാങ്കിൻ്റെ സമയമായപ്പോൾ മദീനത്തെ പള്ളിയുടെ മിനാരത്തിൻ്റെ ഭാഗത്ത് നിന്ന് മുത്തുനബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതുപോലെ, പോലെ എന്ന് പറയാൻ പറ്റൂല, നബി തങ്ങളുടെ ശബ്ദം കേട്ടു. ഉസ്മാനെ, വെള്ളം വേണോ എന്ന് ചോദിക്കുന്നത്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ നിന്ന്
വെള്ളം വാങ്ങിക്കുടിച്ച് നോമ്പ് തുറന്നു വഫാത്തായി ബഹുമാനപ്പെട്ട സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അതാണ് മൂന്നാമത്തെ മുത്തഖി എന്ന് പറഞ്ഞത്. ഒരു കാരണം ഉണ്ട്. എന്താ വെച്ചാൽ നബി തങ്ങളുടെ ഒരു മകൾ റുഖിയ ബീവിയെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചു. ബദർ യുദ്ധം നടക്കുന്ന സമയത്ത് റുഖിയ ബീവി വഫാത്തായി. പിന്നെ ഉമ്മു കുൽസൂമിനെയും കല്യാണം കഴിച്ചു. ഉമ്മു കുൽസൂമും ദീർഘകാലം ജീവിച്ചില്ല. ഉമ്മു കുൽസൂമും വഫാത്തായപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, എനിക്കിനി ഒരു മകളെയും കൂടിയും കെട്ടിക്കാണ്ടെങ്കിൽ അതും കൂടി ഞാൻ ഉസ്മാനെന്നാണ് കെട്ടിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. എന്താ കാരണം എന്നറിയങ്ങൾ? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തെ പള്ളിയിൽ ഇങ്ങനെ പ്രസംഗിക്കുകയാണ്, സ്വഹാബ യുദ്ധത്തിന് പോവുകയാണ് നമ്മൾ, അതുകൊണ്ട് എല്ലാവരും നല്ലോണം പൈസ തരണം. നമ്മൾ പോയില്ലെങ്കിൽ ശത്രുക്കൾ മദീനയിലേക്ക് വരും. അപ്പോൾ മദീനയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും കാര്യം അപകടത്തിലാവും. അതുകൊണ്ട് നമ്മൾ എന്തായാലും യുദ്ധത്തിന് പോകൽ നിർബന്ധമാണ്. പക്ഷെ നമ്മളടുത്ത് പൈസ ഇല്ല, അതുകൊണ്ട് എല്ലാവരും പൈസ തരണം എന്ന് പറഞ്ഞപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, 100 ഒട്ടകവും ആ 100 ഒട്ടകങ്ങൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധങ്ങളും ഞാൻ തരാറുണ്ട്. ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇരുന്നു. നബി തങ്ങൾ വീണ്ടും പ്രസംഗിച്ചു, സ്വഹാബ യുദ്ധത്തിന് പോകൽ നിർബന്ധമാണ്, എല്ലാവരും കാര്യമായിട്ട് സഹായിക്കണം എന്ന് പറഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു രണ്ടാമവും നീച്ചിട്ട് പറഞ്ഞു, നബിയെ 100 ഒട്ടകങ്ങളും ആ 100 ഒട്ടകങ്ങൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധങ്ങളും ഞാൻ തരാം എന്ന് പറഞ്ഞു. ഇരുന്നു. ഇതിങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വാപ്പാക്ക് കുറേ സ്വത്ത് ഉണ്ടാവും ഇക്കാരം, അതിന് 30 സെൻറ്റ് വിറ്റ് കൊടുത്തത് ഇക്കാരെന്ന്. അല്ല, മക്കത്തുനിന്നേ 2 കാല് ഊരമ്മ വെച്ചിട്ടിങ്ങാണ്ട് കയ്യും വീശിയിട്ട് ഇങ്ങോട്ട് പോകുന്ന ആളാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. മുഹാജിറാണ്. പിന്നെ എന്തേ സംഗതി? കൊടുക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ പൈസ ഉണ്ടാവും, മനസ്സില്ലെങ്കിൽ പോക്കറ്റിക്ക് ഇങ്ങനെ ഊതാന്നല്ലാതെ കൊടുക്കാൻ പറ്റിയ നോട്ട് കാണൂല. എൻ്റെ മൂത്താപ്പ ഒരിക്കൊരു തമാശ പറഞ്ഞേ, എൻ്റെ ഇപ്പം അത്യാവശ്യം വയത് പറയും, മൂത്താപ്പക്ക് തീരെ വയത് തരാൻ വയ്യ, ബാക്കവിയാണ്, ഒരു കൊല്ലം മുദ്രിസായിരുന്നു. അള്ളാഹു അവരുടെ ഖബർ സ്വർഗ്ഗമായി കൊടുക്കട്ടെ. മൂത്താപ്പ ഒരു തമാശ പറഞ്ഞു, ഖുർആൻ മൊത്തം തിരഞ്ഞിട്ടും വയത് തരാൻ പറ്റിയൊരു ആയത്ത് കിട്ടിയില്ല എന്ന് പറഞ്ഞു. എന്ന മാതിരി ദാനശീലം ഇല്ലെങ്കിൽ പോക്കറ്റിക്ക് ഊതാന്നല്ലാതെ കൊടുക്കാൻ പറ്റിയൊരു നോട്ടാണ് കാണൂല. അതേ സമയത്ത് ദാനശീലം ഒരാൾക്കുണ്ടെങ്കിൽ കിട്ടുന്നതൊക്കെ കൊടുക്കാൻ പറ്റിയതേക്കാരം. അതാണ് വ്യത്യാസം. ഇത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു എന്നതാണ്. പെൺകുട്ടിയൊക്കെ കല്യാണം ആലോചിക്കുമ്പോൾ ആദ്യം ആലോചിക്കേണ്ടത് ദാനശീലം ഉള്ള ആളാണോ അല്ലയോ എന്നാണ്. ദാനശീലം ഉണ്ടോ ഇല്ലയെന്ന് എങ്ങനെ മനസ്സിലാകുക? അതിന് അടയാളങ്ങളൊക്കെ കുറേ ഉണ്ട്. അതിപ്പോൾ അങ്ങനെ പരസ്യമായിട്ട് പറയാൻ പറ്റില്ല. അതാണ് അടയാളമുണ്ട്. അതൊക്കെ നമ്മൾ പെരേക്ക് ചെന്നാൽ തന്നെ മനസ്സിലാവും ദാനശീലം ഉള്ള ആളാണോ ഇല്ലാത്ത ആളാണോ എന്നൊക്കെ. ഏത് പേരെ ചെന്നാലും മനസ്സിലാവും. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, റുഖിയ ഉമ്മു കുൽസൂം വഫാത്തായപ്പോൾ എനിക്കിനി ഒരു മോളെയും കൂടിയും കെട്ടിക്കാണ്ടെങ്കിൽ അതും കൂടി ഞാൻ ഉസ്മാന് തന്നെ കെട്ടിച്ചു കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു. ഇതാണ് മൂന്നാമത്തെ മുത്തഖിയായ മനുഷ്യൻ. നാലാമത് ഖത്തീബ് ഒരു മുത്തഖിയും കൂടിയും പറയും, സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. നന്നേ ചെറുപ്പം മുതൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സഹവസിച്ച ആൾ. ഞാൻ ഇൽമിൻ്റെ പട്ടണവും അലി അതിലേക്കുള്ള വാതിലുമാണ് എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശേഷിപ്പിച്ച ആൾ. ഇങ്ങനെ അതുകൊണ്ട് സ്വാലിഹീങ്ങൾ, മുത്തഖീങ്ങൾ, സജ്ജനങ്ങൾ എന്നിവരെക്കുറിച്ച് പറയുന്നത് അവരുടെ ജീവിതം നമ്മുടെ ജീവിതത്തിന് സന്ദേശമാവാൻ വേണ്ടിയും അവരെപ്പോലെ ആകാനുള്ള ആഗ്രഹമുണ്ടായിത്തീരുന്നതിന് വേണ്ടിയുമാണ്.